നമ്മുടെ കുലദേവതയെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ സങ്കല്പം തന്നെയാണ് ഇഷ്ടദേവതാ സങ്കല്പം. നമ്മുടെ കുലദേവത ആ, നാം ആഗ്രഹിച്ചിട്ടോ ആഗ്രഹിക്കാതെയോ ഉണ്ടായതാണ്. അതായത് അത് നമ്മുടെ പരമ്പരയാ ഉള്ള ഒരു ശക്തിവിശേഷമായതുകൊണ്ട് നാം കുലദേവതയെ പൂർണ്ണമായിട്ടും നാം സ്വീകരിക്കുകയും അംഗീകരിക്കുകയും പൂജിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. എന്നാൽ നാം ഇഷ്ടദേവതാ സങ്കല്പം എന്ന് പറയുന്നത് നാം തിരഞ്ഞെടുക്കുന്ന, നാം വ്യക്തിപരമായി നാം ഒറ്റയ്ക്ക് തിരഞ്ഞെടുക്കുന്ന ഒരു ശക്തിവിശേഷമാണ് ഇഷ്ടദേവതാ സങ്കല്പം. ആ ഇഷ്ടദേവത നമുക്ക് ഏത് ദേവതയെയും തിരഞ്ഞെടുക്കാം. നമുക്ക് ദേവനാവാം, ദേവിയാവാം, നമുക്ക് ഗുരുവായൂരപ്പനാവാം, ദേവിയാവാം, ചോറ്റാനിക്കര ദേവിയാവാം, അതുപോലെ നമുക്ക് സരസ്വതിയാവാം, ഭദ്രകാളിയാവാം, നമുക്ക് സുബ്രഹ്മണ്യനാവാം, നമുക്ക് നരസിംഹമൂർത്തിയാവാം. അങ്ങനെ ഏത് തരത്തിലുള്ള ദേവനെയും നമുക്ക് ഇഷ്ടദേവതയായിട്ട് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഇഷ്ടദേവിയായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം. എന്താണ് വേണ്ടതുള്ളൂ? നമുക്കൊരു ഇഷ്ടദേവതയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നാം സദാസമയവും ആ ഇഷ്ടദേവതയെ സ്മരിക്കേണ്ടത് അത്യാവശ്യമാണ്. ആ ഇഷ്ടദേവതയ്ക്ക് നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു സ്ഥാനം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ആ ഇഷ്ടദേവതയ്ക്ക് വലിയൊരു സ്ഥാനം നാം കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ആ ഇഷ്ടദേവതയെ നിത്യേന നാം പൂജിച്ച് ബഹുമാനിച്ച് നമ്മുടെ കൂടെ കൊണ്ട് നടക്കുക. ആ ഇഷ്ടദേവതയ്ക്ക് പ്രത്യേകം വഴിപാടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് നമ്മുടെ കൂടെ, നമ്മുടെ സഹപാഠിയെ പോലെ ആക്കി തീർക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുവയ്ക്കുവാനും നമ്മുടെ ആഗ്രഹങ്ങളും എല്ലാം നമുക്ക് പങ്കുവയ്ക്കുവാനും നമ്മുടെ കൂടെയുള്ള ഒരു സഹപാഠിയെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ, എന്തും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ആളെപ്പോലെ നമുക്ക് നമ്മുടെ ഇഷ്ടദേവതയെ നമുക്ക് കൊണ്ടു നടക്കാം. അങ്ങനെ നിത്യേന നമുക്ക് ആ ഇഷ്ടദേവതയുടെ നാമങ്ങൾ ചൊല്ലാം, മന്ത്രങ്ങൾ ചൊല്ലാം, കീർത്തനങ്ങൾ ചൊല്ലാം, അതുപോലെ സഹസ്രനാമങ്ങൾ ചൊല്ലാം. അതുപോലെ തന്നെ നമ്മൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം നമ്മുടെ കുലദേവതയെ സങ്കല്പിച്ചതിന് ശേഷം പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടദേവതയെ നമുക്ക് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ ഇഷ്ടദേവതയെ നമുക്ക് സദാസമയം നമ്മളെ ഹൃദയത്തിൽ നമുക്ക് കൊണ്ടു നടക്കണം. അങ്ങനെ ആ ഇഷ്ടദേവതയുടെ ആനുകൂല്യം, ഇഷ്ടദേവതയുടെ ആ ശക്തി നമ്മളിലേക്ക് ഒഴുകിയെത്തുന്നതായിട്ട് നാം ക്രമേണ മനസ്സിലാക്കും. ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇഷ്ടദേവതയെ നമ്മളെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കരുത്. അതാണ് നമ്മൾക്ക് പറ്റുന്ന വലിയൊരു അപജയം. നമ്മൾ ഒരു കാലത്ത് നമ്മളൊരു ദേവതയെ കൊണ്ട് നടക്കും, പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ അത് പോരാ, വേറൊന്ന് കൊണ്ട് നടക്കും, പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് അത് പോരാ, വേറൊന്ന് കൊണ്ട് നടക്കും. അങ്ങനെ ഒരിക്കലും നമ്മുടെ ഇഷ്ടദേവതയെ മാറ്റിക്കൊണ്ടിരിക്കരുത്. നമ്മുടെ കുലദേവതയെ പോലെ നമ്മൾ കൊണ്ടു കിടക്കേണ്ട ഒരു ശക്തിവിശേഷം തന്നെയാണ് ഇഷ്ടദേവത. ആ ഇഷ്ടദേവതയ്ക്ക് വലിയൊരു സ്ഥാനം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഇഷ്ടദേവത നമുക്ക് വലിയൊരു സ്ഥാനം ആ ഇഷ്ടദേവതയുടെ കൂടെ നമുക്ക് തരും. എന്തൊരു പ്രതിസന്ധി ഉണ്ടെങ്കിലും ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ആ ഇഷ്ടദേവത നമ്മുടെ കൂടെ ഓടിയെത്തും എന്ന് മാത്രമല്ല, നമ്മുടെ കൂടെയുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ആ ഇഷ്ടദേവതയെ ഒരിക്കലും നമ്മൾ കൈവെടിയാൻ പാടില്ല. ഇതേപോലെ തന്നെ കുലദേവിയെ ഇഷ്ടദേവതയെ നമ്മൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന സമയത്തും മറ്റു ദേവതകളെ നമുക്ക് പ്രാർത്ഥിക്കാം, മറ്റു ക്ഷേത്രങ്ങളിൽ പോകാം, മറ്റു ആരാധനകളൊക്കെ നടത്താം. പക്ഷേ പ്രാധാന്യം, വലിയ പ്രാമുഖ്യം കൊടുക്കേണ്ടത് നമ്മൾ കൊണ്ടു നടക്കുന്ന കുലദേവതയെയും ഇഷ്ടദേവതയെയുമാണ്. അങ്ങനെ ആ ഇഷ്ടദേവതയിലൂടെ, കുലദേവതയിലൂടെ നമ്മുടെ സർവ്വ കാര്യങ്ങളും ആഗ്രഹങ്ങളും സാധിച്ച് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വിജയത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്നുള്ളതിന് 100% ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇഷ്ടദേവതയ്ക്ക് വലിയ ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കണം. എല്ലാവർക്കും കുലദേവത കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടദേവത എല്ലാവർക്കും ഉണ്ടാവണം. എല്ലാവർക്കും ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. കാര്യം നമുക്ക് നമ്മുടെ കുലദേവത നമുക്ക് നമ്മുടെ മാതാവ് പിതാവ് പോലെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടദേവത നമ്മുടെ സുഹൃത്ത്, സഹപാഠി, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സഹോദരൻ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് എന്ന പോലെ എന്തും ഏറ്റവും അധികം നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു ദേവതയാണ് ഇഷ്ടദേവത. അപ്പം എല്ലാവർക്കും ഇഷ്ടദേവത അനിവാര്യമാണ്. അത് നമുക്ക് വലിയ അനുഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം.